ഹലോ ഗായ്സ്, കുട്ടി വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ വെച്ചാൽ ബർത്ത്ഡേ വ്ളോഗും അതേപോലെ തന്നെ ഫാമിലി ഇൻട്രൊഡക്ഷൻ വ്ളോഗാട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കേക്കൊക്കെ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി രാവിലെ തന്നെ കേക്ക് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഒന്നും നോക്കിയില്ല, ആ കേക്ക് നമ്മൾ നേരെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചു. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഹേച്ചുവിൻ്റെ ഡ്രസ്സിൻ്റെ അതേപോലെ തീമായിരുന്നു നമ്മൾ ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. രാവിലെ തന്നെ ഹേച്ചു നേരത്തെ എഴുന്നേറ്റുണ്ടായിരുന്നു. അങ്ങനെ ബലൂണും വെച്ച ആൾ നല്ല കളിയായിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം ഹേച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇതിലാട്ടോ നമ്മൾ ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷവും ഒരു ആർച്ച് ഷേപ്പിലായിരുന്നു ബലൂണ് സെറ്റ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ അതേ ഒരു തീമിൽ തന്നെ കേട്ടോ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ഓൺലൈൻ പേജിൽ നിന്നായിരുന്നേ. അതേപോലെ തന്നെ ഈ ആർച്ച് ഷേപ്പിലുള്ളത് നമ്മൾ ഓൺലൈൻ പേജിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. കുറച്ച് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് അഴിച്ചു വെക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നേ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴായിരുന്നു ഞങ്ങൾ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ വന്നു. സംഭവം ഹേച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. രാവിലെ മുതൽ കേക്ക് എന്തേ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹേച്ചിയുടെ അത്ര ഇഷ്ടമുള്ളൊരു തീമായിരുന്നു കേട്ടോ നമ്മൾ കാര്യങ്ങൾ ഓർഡർ ചെയ്തത്. ഇത് നമ്മൾ ഓർഡർ കൊടുത്തത് മണ്ണാർക്കാടുള്ള ഒരു ചേച്ചിൻ്റെ അടുത്തായിരുന്നു. ചേച്ചിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെക്കൻഡ് ബർത്ത്ഡേ ഒക്കെ ചേച്ചിയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇത് തീം കൊടുത്താണ് ചേച്ചി അടിപൊളി ചെയ്യുന്നത്. അപ്പോൾ ഇത് അയച്ചു കൊടുത്ത അതേ ഫോട്ടോയിലുള്ള അതേ തീമാണ് അവർ ചെയ്ത് തന്നത്. അപ്പോൾ ഹേസറിൻ്റെ പേരൊക്കെ വെച്ച് ആളുടെ 3-ാം വയസ്സ് ആ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളി ചെയ്തു. ഇതാവട്ടെ എൻ്റെ ഫാമിലി, ചെറിയൊരു ഫാമിലി, അച്ഛനമ്മ, ചേട്ടൻ, ചേച്ചി, പിന്നെ ഞാൻ. അപ്പോൾ ഹേച്ചുവിൻ്റെ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം കേക്കും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തു, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ പിന്നെ ഹേച്ചുവിന് തന്നെ ആദ്യം ഷെയർ ചെയ്ത് കൊടുത്തു. ഹേച്ചുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ കേക്ക്. അപ്പോൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. കേക്കിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരുപാട് പീസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളറാണ് ഒരുപാട് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെറിയ ചെറിയ പീസാട്ടോ കൊടുത്തത്. ഇതാണ് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും. അങ്ങനെ കേക്ക് അച്ഛനും അമ്മയും കൊടുത്തു, ചേട്ടൻ ചേച്ചിയും കൊടുത്തു. അപ്പോൾ നെക്സ്റ്റ് വീഴും എൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാൻ കേക്ക് എടുത്ത് കൊടുത്തു. ഹേച്ചു ശരിക്കും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. എത്ര കേക്ക് കിട്ടിയാലും ഹേച്ചു കഴിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ, നിത. ആൾ കോട്ടയംകാരിയാണ്. അപ്പോൾ ഇതാണ് പറ്റും നമ്മുടെ ചെറിയൊരു വീഡിയോ ഇവിടെ തീരാട്ടോ. അപ്പോൾ ഇതായിരുന്നു ഹേച്ചുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലാട്ടോ ചെയ്തത്. അപ്പോൾ ചേച്ചിയും ഹേച്ചുവും ഒരേപോലെയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി പിന്നെ പറയാം. പറ്റാ, ബൈ ബൈ.